മുഖം സുന്ദരമാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന അണിയറ പ്രവർത്തകർ, അങ്ങനെ തുടങ്ങി മുഴുവൻ ആളുകളുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ സൗന്ദര്യം, ഈ പ്രസ്ഥാനത്തിന്റെ അജണ്ട ഓരോ കാലയളവിലേക്കും നെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പ്രതിസന്ധി നേരിടുക എന്നത് ഒരു സത്യപ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ്. ആ നിലയ്ക്ക് പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ചങ്കുറപ്പോടുകൂടി മുഖ്യധാരയിൽ നിന്ന് ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന ഏറ്റവും വലിയ പോരാളിയായിട്ടാണ് പി പി ഉസ്താദിനെ നമുക്ക് കാണുക. കോഴിക്കോട് ടൗൺ ഹാളും കോഴിക്കോട്ടെ മുതലക്കുളവും പി പി ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാസ്ഥാനിക രംഗത്ത് ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഹുസ്നുൽ ഖാത്തിമ, ഒരു ശുഭ പര്യവസാനം, അത് പി പി ഉസ്താദിന്റെ പ്രസംഗത്തോടു കൂടിയാണ് നമ്മൾ വായിച്ചെടുത്തിരുന്നത്. ആ ഒരു ശൂന്യതയാണ് പി പി ഉസ്താദിന്റെ വിയോഗത്തോടുകൂടി ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഈ ചടങ്ങിന്റെ അടിസ്ഥാനപരമായ താൽപര്യം അഭിമന്യരായ പി പി ഉസ്താദിന്റെ പാരത്രിക വിജയത്തിലേക്ക് ഈ സദസ്സിന്റെ നന്മ എത്തുക എന്നതാണ്. അള്ളാഹു ആ നിലയ്ക്ക് ഇതിന്റെ മഹാസിനുകൾ അള്ളാഹു ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉസ്താദിൽ നിന്ന് നമുക്ക് പകർത്താവുന്ന ഒരുപാട് നന്മകളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ആരോപണങ്ങളെ സരസമായി നേരിട്ട് അതിന്റെ മുനയൊടിക്കുന്ന പാരമ്പര്യം കേരളീയ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ, മത സാംസ്കാരിക രംഗത്ത് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു വഴിയായിരുന്നു പി പി ഉസ്താദ് തന്റെ സരസമായ വാക്കിലൂടെ ആരോപണങ്ങളെ നേരിട്ടിരുന്നത്. തീർച്ചയായും നമ്മുടെ സംഘടനയുടെ മുന്നോട്ടുള്ള പാഥേയത്തിൽ വഴിയിൽ, കല്ലും ഉള്ളും നിറഞ്ഞ വഴിയിൽ പ്രതിസന്ധികളെ, വൈതരണികളെ നേരിടാനുള്ള മനക്കരുത്ത് ഇവിടെ പ്രകാശനം ചെയ്ത പി പി ഉസ്താദിന്റെ സ്മരണികയിൽ നിന്ന് നമുക്ക് വായിക്കാം എന്ന് ശുഭാപ്തി വിശ്വാസം കൊണ്ടുകണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.